ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉഡായിസിൻ്റെ ചെറിയ അപ്ഡേഷൻസാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ എന്തൊക്കെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ നോക്കുക. ഇമ്പോർട്ടിങ് ദ മോഡ്യൂൾസ് ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, കുട്ടികളെ കൊണ്ടുവരുന്നു. പുതിയ കുട്ടികൾ ഒരു സ്കൂളിൽ വന്നാൽ ഉഡായിസിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് നോക്കാം. സെർച്ച് ബൈ പെന്നാണ് നമുക്ക് വേണ്ടത്. പെൻ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഗെറ്റ് PN ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ആധാർ നമ്പറും പിന്നെ ഇയർ ഓഫ് ബർത്തും അടിച്ചിട്ട് സെർച്ച് കൊടുക്കുക. ആധാർ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇയർ ഓഫ് ബർത്തും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഗോ ടു സെർച്ച്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ പെൻ നമ്പറും വന്നു, ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായിട്ട് കിട്ടും. ആ സ്റ്റുഡൻറ്റ് പെൻ നമ്പർ ഞാനിവിടെ സ്റ്റുഡൻറ്റ് പെൻ എന്നുള്ളിടത്ത് അടിച്ചു കൊടുത്തു. ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്തിട്ട് ഗോ എന്ന് ക്ലിക്ക് ചെയ്തു. ആ കുട്ടീനെ അവിടെ പ്രോഗ്രഷൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് ഫോർ ഇമ്പോർട്ട് എന്ന് കാണിക്കും. ഇപ്പം ആ കുട്ടിയുടെ പേരൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. അമാന ഫാത്തിമ എന്നുള്ള പേരാണ്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടീനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാം. എൻ്റെ ക്ലാസ് 10ആണ്. സെലക്ട് സെക്ഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നമുക്കിവിടെ ഡിവിഷൻ വരും. I ആണെങ്കിൽ I എടുക്കുക. I വന്നു. പിന്നെ ഡേറ്റ് ഓഫ് അഡ്മിഷൻ നമ്മുടെ ജൂൺ 2 കൊടുക്കുമ്പോൾ വരുന്നില്ല. സോ ഒരു 3 ആണ് നമ്മുടെ ജൂൺ 5 എല്ലാം കഴിഞ്ഞിട്ടാണ് കൊടുത്താലേ വരുന്നുള്ളൂ. സോ നമ്മളിവിടെ ഡേറ്റ് ഓഫ് അഡ്മിഷൻ കൊടുക്കാം. അങ്ങനെ ഞാൻ ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിവിഷനും കൊടുത്തു, ക്ലാസ്, ഡിവിഷൻ, ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഞാൻ 5 കൊടുത്തു, ജൂൺ 5 കൊടുത്തു. കാരണം അത് എനിക്ക് തോന്നുന്നു സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട് 2 കൊടുത്താൽ വരുന്നില്ല. സോ 5 കൊടുത്തു. എന്നിട്ട് ഇമ്പോർട്ട് കൊടുത്തു. നമ്മളൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരുമായിരിക്കും. ഇമ്പോർട്ട് കൊടുത്തു. സോ ആർ യു ഷുവർ വാണ്ട് ടു ഇമ്പോർട്ട് ദ സ്റ്റുഡൻറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യെസ് എന്ന് കൊടുക്കുക, കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുമ്പോൾ ഈ ഒരു മെസ്സേജ് വരണം, സ്റ്റുഡൻറ്റ് സക്സസ്ഫുള്ളി ഇമ്പോർട്ടഡ്. ഓക്കെ, ഇത്രയും സ്റ്റെപ്പ് ചെയ്താൽ നമ്മുടെ ക്ലാസ്സിലേക്ക് ആ കുട്ടി വന്നു. പിന്നെ GP, EP, FP ഒക്കെ ചെയ്താൽ മതിയാകും. ഇങ്ങനെ ചെയ്യുമ്പോൾ വരാത്ത കുട്ടികളെ നമ്പർ, പേരും ക്ലാസ്സും എനിക്ക് പേഴ്സണലായി അയക്കേണ്ടതാണ്.